സാംസങ്ങിൻ്റെ A12 എന്ന മോഡലാണിത്. ഈ ഫോണിലുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുള്ളൊരു പരിഹാരമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഫോണിലുള്ള വോളിയോ ബട്ടൺ കേട് വന്നിട്ടുണ്ട്. ഇത് ഫോണിൻ്റെ അകത്തോട്ട് താന്നിക്കണ്. ഇത് വർക്കിംഗ് അല്ല. സൗണ്ട് കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് കാണിച്ചത്. നിങ്ങൾക്ക് നമ്പർ കാണാനുണ്ടാവുമോ? ഇത് കാണാം. ഇത് സൗണ്ട് കുറക്കുന്ന ബട്ടന് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കടയിൽ കൊണ്ടുപോയി നേരാക്കാതെ തന്നെ സൗണ്ട് കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റുന്ന ഒരു ഫീച്ചർ ഈ സാംസങ് ഫോണിലുണ്ട്. അതെങ്ങനെ ഓൺ ചെയ്യലെന്നാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. സെറ്റിങ്സ് ക്ലിയർ ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. മെനു നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗണ്ട് കുറക്കാൻ പറ്റും. ഇതിൻ്റെ വോയിസ് നോർത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള സൗണ്ട് എത്രയാണ് കൂട്ടിയത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഓക്കെ. അതുമാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നതാവും. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ വേറെയും സ്ക്രീൻ ഓഫാക്കാം, ബാക്ക് എടുക്കാം, ഹോം ബട്ടൺ, അതുപോലെ നോട്ടിഫിക്കേഷൻ പാനൽ, പിന്നെ പവർ മെനു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് റീസ്റ്റാർട്ട് ചെയ്യണമൊക്കെ ആ ഒരു ബട്ടണിനുള്ള ഫീച്ചറൊക്കെ ഇതിമുണ്ട്. നിങ്ങൾക്ക് കാണാം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഇതെങ്ങനെ ഓഫാക്കലെന്നാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ആക്സസിബിലിറ്റി എന്നുള്ള സെറ്റിങ്സ് ഓൺ ചെയ്യുക. അവിടെ ഈ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കുക. സെറ്റിങ്സ് ഓൺ ആക്കുക. അസിസ്റ്റൻറ്റ് മെനു എന്നുള്ളതിൽ അത് അസിസ്റ്റൻറ്റ് മെനു എന്നുള്ള ഓഫ് ചെയ്താൽ മതി. താഴെ കാണുന്ന ടേൺ ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അവിടുന്ന് ഓഫ് ആവുന്നതാണ്. ഓക്കെ. സാംസങ്ങിൻ്റെ A12 എന്ന മോഡലാണിത്. ഇതിലാണ് ഈ പ്രശ്നം കാണുന്നത്. പരിഹരിക്കൽ ഈ വീഡിയോയിൽ കാണിച്ചു തന്നു. ഓക്കെ.